ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ അവകളും അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ശ്രീ അനിൽകുമാർ അവകളും നടത്തിയ സന്ദർശനത്തിന്റെ ഭാഗമായി വൈറ്റ്ലയിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ തുടർച്ചയെന്നോണം ഇവിടെ ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഉണ്ടാക്കുന്നതിനായി ഇന്ന് പോലീസ് മോട്ടോർ വകുപ്പ് സംയുക്തമായി പരിശോധന നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈറ്റ്ല ജംഗ്ഷനിൽ വൈറ്റ്ലയിൽ നിന്നും കടവന്തയിലേക്ക് പോകുന്ന ഭാഗത്ത് കടവന്തയിൽ നിന്നും വൈറ്റ്ലയിലേക്ക് വേണ്ട ഭാഗത്ത് ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ വൈറ്റ്ല ഹബിൽ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് വേണ്ടിടത്ത് ഫ്രീ ലെഫ്റ്റ് സംവിധാനം കുറച്ചും കൂടി കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കുന്നതുമാണ്. ഇത് കൂടാതെ KCB ജംഗ്ഷനിലുള്ള ബസ് സ്റ്റോപ്പ് ഒഴിവാക്കി അവർ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കുന്നതുമാണ്. ഇത്രയും കാര്യങ്ങൾ നിലവിലുള്ള കാര്യങ്ങൾ ആണ്. അത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ആഴ്ച നിർദ്ദേശം ഈ രീതിയിൽ പാലിക്കാനാണ് നിലവിൽ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാ മാറ്റം വരുത്തിയിരിക്കുന്നത്? മാറ്റം കടവന്ത ഭാഗത്ത് നിന്നും വൈറ്റ്ലയിലേക്ക് വരുന്ന ഭാഗത്ത് ഫ്രീ ലെഫ്റ്റ് സംവിധാനം വൈക്കം ആലപ്പുഴ ഭാഗത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. ഓക്കെ, ഫ്രീ റൈറ്റ്. അതുപോലെ തന്നെ ഫ്രീ ലെഫ്റ്റ് സംവിധാനം പാലാരിവട്ടം ഭാഗത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് എടുക്കുന്നതാണ്. ഇതേപോലെ തന്നെ വൈറ്റ്ല ഹബിന്റെ ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ആലപ്പുഴ സൈഡിലേക്ക് പോകുവാനും അതുപോലെ തന്നെ പാലാരിവട്ടം സൈഡിലേക്ക് പോകാനുള്ള ഭാഗത്ത് മീഡിയന്റെ നീളം കൂട്ടി ഗതാഗത കുഴിച്ച് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യുന്നതാണ്. ഓക്കെ. സിഗ്നൽ കിട്ടി പാസ് ചെയ്ത് പോകുമ്പോ അവിടെ നേരത്തെ സിഗ്നൽ ഉണ്ടായിരുന്നു ലെഫ്റ്റിലേക്ക്. ആ ലെഫ്റ്റിലേക്ക് സിഗ്നൽ കിട്ടുന്നത് വരെ വാഹനങ്ങൾ നിൽക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സിഗ്നൽ ഒഴിവാക്കിയിട്ട് ആ വണ്ടികൾക്ക് ഫ്രീ ലെഫ്റ്റ് കൊടുക്കും. ഫ്രീ ലെഫ്റ്റ് കൊടുത്ത് കൃത്യമായ ലൈൻ ബാരിയർ വെച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഒരു കാർ ഇങ്ങോട്ട് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്, ഒരു സ്വിഫ്റ്റ് കാർ. ആ സ്വിഫ്റ്റ് കാർ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോ ഇവിടുന്ന് സിഗ്നൽ കിട്ടി പോകുന്ന വണ്ടി കുറച്ച് ലെഫ്റ്റിലേക്ക് കയറി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഫ്രീ ലെഫ്റ്റ് കയറി വരുന്ന വണ്ടിയും അവിടെ ഉണ്ടാവും, അവിടെ നിൽക്കും. നിൽക്കുമ്പോ ഈ ലൈൻ മൊത്തത്തിൽ ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവുന്ന സമയത്ത് അവിടെ ഒരു ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. ആ ട്രാഫിക് കൺജഷൻ ഈ റോഡ് മൊത്തം അഫക്റ്റ് ആവും. അങ്ങനെ വരുമ്പോ അവിടെ ബ്ലോക്ക് ആയി നിൽക്കുന്ന വണ്ടികൾ എന്ത് ചെയ്ത് പോവില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് പോവില്ല. അപ്പൊ അത് പിന്നെ സാർ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ പവർ ഹൗസ് ജംഗ്ഷനിലുള്ള ബസ് സ്റ്റോപ്പ്, വൈറ്റ്ല ഹബിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ പിന്നെ നമ്മുടെ പവർ ഹൗസ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിൽക്കുമ്പോ തന്നെ ഇവിടുന്ന് സിഗ്നൽ കിട്ടി പോകുന്ന വണ്ടികളെല്ലാം ലൈനായിട്ട് അവിടെ അങ്ങ് ബ്ലോക്ക് ആവും. ആ ബസ് അവിടെ നിർത്തുന്നത് കാരണം ഒന്നാമത് 2 ലൈനിൽ മൂവ് ചെയ്യാനുള്ള സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ഒരു ബസ് അവിടെ സ്റ്റോപ്പ് ആകുമ്പോൾ പിന്നിലേക്ക് ഈ സിഗ്നൽ കിട്ടി പോകുന്ന വണ്ടികളെല്ലാം നിന്ന് പോകുന്ന സമയത്ത് അവിടെയും ഒരു ട്രാഫിക് കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ ആ ബസ് സ്റ്റോപ്പ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാല് അവിടുന്ന് ഫ്രീ ആയിട്ട് ട്രാഫിക് മൂവ്മെന്റ് ഉണ്ടാവും. ആലപ്പുഴയ്ക്കും ഡയറക്റ്റ് പഴയ പോലെ പവർ റോഡിൽ പോയിട്ട് കയറണ്ട, ഇവിടുന്ന് തന്നെ ഫ്രീ ലെഫ്റ്റ് ആയിട്ട് അങ്ങ് പോവാം. അപ്പൊ അത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നടപ്പിലാക്കിയിട്ട് അത് വിജയകരമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അത്ര കൊണ്ടുപോകുമ്പോഴത്തേക്കും വരുന്ന രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു കുരുക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ റോഡിന്റെ വീതിക്കുറവ് നമുക്കൊരു ചലഞ്ചായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നിരുന്നാലും ഈ ഫ്രീ ലെഫ്റ്റ് പോകേണ്ട വണ്ടികൾ ഒന്ന് പോവായി കഴിയുമ്പോഴത്തേനും ആ വരുന്ന ആ ഒരു പ്രശ്നം കുറച്ചൊന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ മാസമായിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് അവിടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ